നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ആകെപ്പാടെ വിഷമിച്ചാണ് മീനാക്ഷി രാത്രി കിടക്കുന്നത്. കാരണം ആകാശ് ഇങ്ങനെ വരുമെന്നൊന്നും മീനാക്ഷി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. മീനാക്ഷിക്ക് അന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല. കാര്യം പറഞ്ഞ ആകാശിന്റെ മുന്നിൽ വലിയ ധൈര്യം കാണിച്ച് നിന്നെങ്കിലും പക്ഷെ ആകാശ് കിടന്നുറങ്ങുന്ന സമയത്ത് മീനാക്ഷിക്ക് സങ്കടമായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആകാശ് ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും? ഒരു കാരണവശാലും ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് താൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നോക്കായിരുന്നു. അത് മാത്രമല്ല, നിയമം വിട്ടോ ഇതുവരെയായിട്ടും താനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. കള്ളരേഖകൾ വെച്ചൊന്നും കൊടുക്കാനും പറ്റില്ല. അതൊക്കെ ഓർത്ത് ഇനിയിപ്പം മീനാക്ഷിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതേ അവസ്ഥ തന്നെ ഗോമതിക്കും. അമ്മയല്ലേ, പെറ്റമ്മയല്ലേ, മോനിങ്ങനെ മദ്യപിച്ച് 4 കാലിൽ എക്കും കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും ആകാശ് ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല. ഗോമതിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ ഗോമതി എന്ത് ചെയ്തു? രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം. ഗോമതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആകാശിന് എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവന് വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ നടത്തണം. അതിനു വേണ്ടിയിട്ട് ഗോമതി രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. ഈ സമയം ബാലൻ എഴുന്നേറ്റ് നടക്കാൻ പോയിട്ട് ബാലൻ അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് സുകന്യ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ സുകന്യ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനോട് പറഞ്ഞു, ബാലേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട ബാലൻ ചോദിച്ചു, എന്താ സുകന്യെ? അതെ, ആകാശ് ഇന്നലെ നല്ലവണ്ണം രാത്രി മദ്യപിച്ചിട്ടാ വന്നേ. ബാലേട്ടനെ അറിഞ്ഞുവല്ലോ എന്ന് എനിക്ക് അറിയില്ല. ബാലനൊന്നും മിണ്ടിയില്ല. അതെ, എനിക്കിങ്ങനെ മദ്യപിച്ച് ആൾക്കാർ വരുന്ന വീട്ടിൽ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം മദ്യപാനികളൊക്കെ എന്ത് ചെയ്യാൻ മടിക്കാത്തവരാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. മീനാക്ഷിക്ക് അത് കേട്ടപ്പോൾ സഹിച്ചില്ല. മീനാക്ഷി പറഞ്ഞു, എന്റെ ആകാശ് അങ്ങനെ ഒരു മദ്യപാനിയൊന്നും അല്ലെന്ന് പറയണം. ഓ, മദ്യപാനി അല്ലാഞ്ഞിട്ടാണോ ഇന്ന് 4 കാലയിൽ എക്ക് കേട്ട് വന്നേ? ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധിക ദിവസമൊന്നും ആയില്ല. പക്ഷേങ്കില് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതെ, ആകാശിന് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്നലെ ചില സംഭവങ്ങൾ കൊണ്ട് ആകാശിന് മദ്യപിക്കേണ്ടതായിട്ട് വന്നു. അതിനിപ്പം സുകന്യ ചേച്ചി ആകാശിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ, ഞാനൊരു കാര്യം മാത്രം ബാലനോട് പറയുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വിട്ടുപോകേണ്ടതായിട്ട് വരും. അറിയാലോ, കൃഷ്ണമംഗലത്തേക്ക് ഞാൻ തിരികെ പോവും. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കില്ല. ഇനിയിപ്പോൾ ആകാശം മദ്യപിച്ചിട്ട് വരാനൊന്നും പോകുന്നില്ല. അതുപോലെ സുകന്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി. ബാലന് ഭയങ്കര വിഷമമായിരുന്നു. സുകന്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് മീനാക്ഷിക്ക് സഹിക്കോ? മീനാക്ഷി എന്നിട്ട് സുകന്യയോട് പറഞ്ഞു, അതെ, തീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി സുകന്യേച്ചി നിൽക്കണ്ട. എനിക്കും മനസ്സിലായി സുകന്യേച്ചിയുടെ ഇരട്ടത്താപ്പ നയെന്ന് പറയണം. സുകന്യേച്ചു, എന്ത്? അല്ല, ആകാശം മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുകന്യേച്ചി എന്ത് ചെയ്യുന്ന പറയണേ? സുകന്യേച്ചിക്ക് ഭയങ്കര പേടിയാണ് പോലും. അതെ, എനിക്ക് ഇത്ര പേടിയുണ്ട്. എന്റെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഇവിടെ ആരും അങ്ങനെ മദ്യപിച്ച് ലെക്കിട്ട് വരാറൊന്നുമില്ലെന്ന് പറയാം. പിന്നെ എന്നിട്ടാണോ ആകാശ് ഇന്നലെ വന്നേ? മീനാക്ഷി, നിനക്ക് നല്ലൊരു ജോലിയുണ്ട്. പക്ഷെ നീ ഇപ്പോഴും ആകാശിന് വേണ്ടിയിട്ട് ആകാശ് പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുന്നു. ഇതാ നിന്റെയൊക്കെ കുഴപ്പം. ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ കുഴപ്പം ഇതാ. ജീവിക്കാനായിട്ട് നല്ലൊരു ജോലി ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? സ്വാതന്ത്ര്യം ആഗ്രഹിക്കാതെ ഇങ്ങനെ തന്റെ ഭർത്താവ് ചെയ്യുന്ന നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. ഈ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരിക്കണം. പോടാ പുല്ലെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതെ, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അതിന് ഞാൻ സുകന്യേച്ചി അല്ലെന്ന് പറഞ്ഞു. പിന്നെ ആകാശ് ഇന്നലെ മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകാശിൻ്റെതായ കാരണങ്ങൾ കാണും എന്നും പറഞ്ഞുകൊണ്ട് സ്ഥിരം ആകാശം മദ്യപിച്ചിട്ടൊന്നും വരാറില്ല. ഇവിടെ അത് പതിവില്ലാത്ത കാര്യങ്ങളാ. ഇനി ഇതിന്റെ പേരിൽ ഒരു കാരണം പറഞ്ഞുകൊണ്ടാ സുകന്യേച്ചി കൃഷ്ണമംഗലത്തേക്ക് പോകുന്നെങ്കിൽ അയക്കോ? ആരും തടയാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ കുടുംബത്തിൽ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനാ തീരുമാനെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതും പറഞ്ഞ് സുകന്യ അങ്ങോട്ട് പോയി. മീനാക്ഷിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ആകാശിന്റെ അടുത്തേക്ക് വരുവാണ്. ആകാശ് അപ്പം കണ്ണു തുറന്ന് പതുക്കെ എഴുന്നേറ്റു. തലയ്ക്കൊക്കെ നല്ലൊരു ഭാരം. അപ്പൊ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകാശത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ആകാശ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ട് വന്നു. ആകാശിന് കൊണ്ട് ചായ കൊടുക്കുവാണ്. ആകാശ് ചായ ഒന്നും കുടിച്ചില്ല. ആകാശ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പുറത്തു പോയി നിൽക്കുന്ന സമയത്ത് മീനാക്ഷി അടുത്തേക്ക് വന്നു. മീനാക്ഷി എന്നിട്ട് ആകാശിനോട് പറഞ്ഞു, അതെ, ഇന്നലെ നടന്ന വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കുക, വല്ല ഓർമ്മയുണ്ടോന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ആകാശം ഒന്നും മിണ്ടിയില്ല. എന്തിനാ ആകാശം ഇങ്ങനെ സ്വയം നശിക്കണേ എന്നൊക്കെ ചോദിച്ചാൽ കൈ ഇങ്ങനെ എടുത്ത് പിടിക്കുകയാണ്. അതെ,
ആകാശ് കാരണം കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ആകാശിന്റെ നന്മയെ കരുതിയിട്ടാ ഇവിടെ എല്ലാവരും ചെയ്യുന്നേ. ഇന്നലെ ആകാശം മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്കാണേലും അച്ഛനാണെങ്കിലും എനിക്കൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ലെക്ക് കെട്ട സമയത്ത് ആകാശിനോടൊന്നും പറയേണ്ടെന്ന് കരുതിയിട്ട് ഒന്നും പറയാതിരുന്നേ. ഇനിയിപ്പം ആകാശ് മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുകന്യേച്ചി വീട് വിട്ടു പോകുന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ? ഉള്ള മനസമാധാനം കളയാൻ നിൽക്കരുത്. ആകാശിന് ഇപ്പൊ ഗോമതി സ്റ്റോഴ്സിൽ നിന്നാൽ എന്താ? അവിടെ അച്ഛനോടൊപ്പം നിൽക്കുക. ആകാശ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ആകാശിന് മനസ്സിൽ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ആകാശ് ഇങ്ങനെയൊന്നും ചിന്തിക്കത്ത് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, ഞാൻ എല്ലാത്തടത്തും തോറ്റുപോയി. അറിയാലോ, കടയുടെ ലൈസൻസും കാര്യങ്ങളും കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് കട തുടങ്ങായിരുന്നു. റെന്റിന് എടുത്ത കടയാണത്. അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നടത്തി. അതുപോലും ഇനി തിരികെ കിട്ടത്തില്ല 1 മാസത്തിനുള്ളിൽ കട തുടങ്ങിയിട്ടില്ലെങ്കിൽ. മീനാക്ഷി പറഞ്ഞു, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ആകാശ് ഒന്ന് സമാധാനിക്കാനൊക്കെ പറഞ്ഞു. ആകാശിനെ ഒന്ന് സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ മീനാക്ഷി എന്ത് ചെയ്തു, ജോലിക്ക് അങ്ങോട്ട് പോയി. പിന്നീട് ആകാശ് കടയിലേക്ക് ചെല്ലുവാണ്. ആകാശ് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ നല്ല കട്ടക്കലിപ്പിലാണ്. കാരണം തലേവസ്ഥ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആകാശ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ആകാശിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എടാ, കൂട്ടുകുടുംബം പോലെ താമസിക്കുന്ന ഒരു കുടുംബം അത്. അവിടെ വന്ന് നിന്റെ തോന്നിയാസം കാണിക്കാല്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വീട്ടിൽ ആൾക്കാരുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. മേലായത് ആവർത്തിച്ചാലുണ്ടല്ലോ പിന്നെ നിന്റെ തോന്നിയാസത്തിന് നടക്കാനാണെങ്കിൽ നിന്നെ പിന്നെ ആ വീട്ടിൽ പോലും ഞാൻ വെച്ചേക്കില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശിന് സഹിച്ചില്ല. ആകാശിന് നല്ല ദേഷ്യമായി. അപ്പോഴേക്കും രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, എന്താ ബാല ഇത്? രാമേട്ടൻ അറിയാലോ ഇവന്മാരെയൊക്കെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നേന്ന്. ഇപ്പൊ സ്വന്തം കാലം നിൽക്കാറായി കഴിഞ്ഞപ്പോൾ അച്ഛനെ വെല്ലുവിളിച്ച് മദ്യപിച്ച് ലെക്ക് കെട്ടി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, പോട്ടേന്ന് പറയണേ. എന്ത് പോട്ടേന്ന്? ഇവനൊക്കെ ഇത് വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതിന്റെ അപ്പുറമായിരിക്കും. സുകന്യ വീട് വിട്ടു പോകുന്നൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക ഇവൻ മദ്യപിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ആകാശിന് ദേഷ്യമായി. ആകാശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കടയിൽ നിന്ന് വീണ്ടും ഇറങ്ങി പോവാണ്. ഇതേസമയം സുകന്യ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് ചെന്നു. കൃഷ്ണമംഗലത്ത് ഇന്ന് രാജശ്രീയുടെ കാര്യങ്ങളൊക്കെ പറയണം. ഇന്നലെ ആകാശം മദ്യപിച്ച് ലെക്ക് കേട്ടാ വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീ ചോദിച്ചു, സത്യമാണോ സുകന്യ പറയണെന്ന് ചോദിച്ചു. അതെ. അല്ല, അവൻ ഈ സ്വഭാവം ഒന്നും ഇല്ലാത്താണല്ലോ. ഇല്ലാത്താണോ എന്താണോ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ആരും അതങ്ങനെ പുറത്ത് പറയാത്ത. രാജശ്രീ ചേച്ചി, സുകന്യെ, നിനക്ക് കിട്ടിയൊരു സുവർണ അവസരം. നീ ഇത് നന്നായിട്ടൊന്ന് കുഴിപ്പിച്ചാൽ മതി. ഇനിയും അവൻ മദ്യപിച്ച് വരുവാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യാം. വേണ്ടത് വേണ്ട പോലെ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ വൈകുന്നേരമായി. ആകാശ് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേനും മദ്യപിച്ച് ലെക്ക് കെട്ട് വരുവാണ്. ആകാശ് അന്നും മദ്യപിച്ചു. അപ്പം മിത്ര ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹാളിലിരുന്ന് പഠിക്കുന്ന സമയത്താണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശിന്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഈ സീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ആ സമയത്ത് സുകന്യ അങ്ങോട്ടേക്ക് വന്നു. സുകന്യയും കണ്ടത്, ഓഹോ, അപ്പൊ ഇന്നും മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചൊരു കളി കളിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ സുകന്യ മനസ്സ് വിചാരിക്കുകയാണ്. ആകാശം അങ്ങനെ ആടിയാടി പോകുന്ന കണ്ടു. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, ആകാശേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ തലേ രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകാശൊന്നും മിണ്ടിയില്ല. മിത്രയ്ക്ക് മനസ്സിലായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ആകാശേട്ടൻ ഇത് എന്ത് പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മിത്രയ്ക്കും ഭയങ്കര ടെൻഷനായി. പക്ഷെ ആകാശം മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയം മിത്ര ഓർത്ത്, ദൈവമേ, ഇതെങ്ങാനും സുകന്യച്ച് കണ്ടാൽ തീർന്നു. പക്ഷെ സുകന്യ കണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഇനി ബാലം വരുമ്പോ അത് പറഞ്ഞു കൊടുത്ത് അതിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിരിക്കുമെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനിയിപ്പോ സുകന്യ എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാലും ആ കുടുംബത്തെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. സുകന്യയുടെ തന്ത്രങ്ങളൊക്കെ പൊളിയത്തുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.